നാം ചിന്തിക്കുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ചിന്തയാണ്. യെശയ്യാപ്രവചനം 43:18-19 വാക്യങ്ങൾ ഇസ്രായേലിനോട് ദൈവം പറയുന്ന ചില വാക്യങ്ങളാണ്. ഇസ്രായേൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ യാക്കോബ് എന്നാണ് അവിടെ പറയുന്നത്. അതിന് 18 വാക്യം പറയുന്നു, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. 19 വാക്യം, ഇതാ ഞാൻ പുതിയത് ഒന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാപ്രവചനം 43:18-19 വാക്യങ്ങളാണ്. അവിടെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മാനുഷികമായി നമ്മുടെ എല്ലാം ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം പഴയ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഒത്തിരി കിടക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലങ്ങളിലെ പരാജയം, തിന്മ, നേരിട്ട തെറ്റിദ്ധാരണകൾ, നമ്മളെ പരിഹസിച്ച അനുഭവങ്ങൾ, മറ്റുള്ളവർ നമുക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ഇവിടെ 2 വാക്കുകൾ പറയുന്നുണ്ട്, മുമ്പുള്ളവ, പണ്ടുള്ളവ. ഇത് രണ്ടിനെ നമ്മൾ മറന്നു കളയണം. ഒത്തിരി പഴയ ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ എവിടെയോ കിടപ്പുണ്ട്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, മറ്റു ചിലരെ സംബന്ധിച്ച് സന്തോഷത്തിൻ്റെ ഓർമ്മകളാണ്. അത് തോളിലേറ്റി നടക്കുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടും പ്രശ്നമാണ്. നമ്മൾ വിജയത്തിൽ ആഘോഷിച്ചങ്ങ് പോയാൽ പലപ്പോഴും നമ്മൾ മുൻപോട്ട് പോകാൻ കഴിയാതെ വരും. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെ പരാജയത്തിൽ നിന്ന് പഠിച്ച് മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. അപ്പം മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട. ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒത്തിരി തെറ്റുകൾ പറ്റി, പരാജയങ്ങൾ പറ്റി, അബദ്ധങ്ങൾ പറ്റി, വഞ്ചനകളും ചതികളും ഉണ്ടായി. അതിനെ നിങ്ങൾ ഓർക്കേണ്ട. നിങ്ങൾ അതേ ഓർത്തുകൊണ്ടിരുന്നാൽ മറ്റുള്ളവരുടെ വിദ്വേഷവും കയ്പും ഒക്കെ വർദ്ധിക്കും. ചില കാര്യങ്ങളൊക്കെ വിട്ട് കളഞ്ഞേര്, ചിലതൊക്കെ എഴുതി തള്ളിയേര്, ചിലതൊക്കെ നഷ്ടമായെന്ന് നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. എന്തിനാണെന്നറിയാമോ ഇത് മറന്നു കളയാൻ പറയുന്നത്? നിങ്ങളോർക്കും എന്തിനാ ദൈവം അങ്ങനെ പറയുന്നതെന്ന്. അടുത്ത വാക്യത്തിലാണ് പറഞ്ഞു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും. നിങ്ങളിത് മറക്കാനും പണ്ടുള്ളവയെ തള്ളിക്കളയാനും കഴിഞ്ഞാൽ ദൈവം പുതിയതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. എപ്പോൾ ചെയ്യും? ഇപ്പോൾ തന്നെ ആരംഭിക്കും. ഇപ്പം നമുക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്തവർ കാണുമായിരിക്കും. അവരോടൊക്കെ വിദ്വേഷവും കയ്പും ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ചിലരോടൊക്കെ ക്ഷമ പറയാൻ, ചില കാര്യങ്ങൾ റിക്കൺസിൽ ചെയ്യാൻ, ചില കാര്യങ്ങൾ ഒരു പുതിയ തീരുമാനമെടുക്കാനൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയും. അതെ, ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. ഈ പുതിയ വർഷത്തിലേക്ക് വരുമ്പോൾ ദൈവം പുതിയതൊന്ന് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ പോവുക. പുതിയ പാട്ട് തരാൻ പോവുക. കല്ലായുള്ള ഹൃദയത്തെ മാറ്റി പുതിയ ഹൃദയം തരാൻ പോവുക. നിങ്ങൾക്ക് പുതിയ പുതിയ വഴികൾ ദൈവം തുറക്കാൻ പോവുക. അതെ, ഈസ് ഗോയിങ് ടു ഡു സംതിങ് ന്യൂ. പുതിയത് അവൻ ചെയ്യാൻ പോവുകയാണ്. എപ്പോഴും പുതിയതാണ്. രാവിലെ തോറും അവൻ്റെ ദയ പുതിയതാണെന്നാണ് പറയുന്നത്. അപ്പം പുതിയത് ചെയ്യാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ്? പഴയത് നമ്മൾ മറക്കുമ്പം, പഴയത് നമ്മൾ തള്ളിക്കളയുമ്പം ദൈവം പുതിയത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. ഇപ്പോൾ അത് ആരംഭിക്കും. നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നെങ്കിൽ ചില സ്വഭാവങ്ങൾ, പഴയ ചില സ്വഭാവങ്ങൾ, നിങ്ങളെ പിടിച്ചു മുറുക്കിയിരിക്കുന്ന ചില ഹാബിറ്റ്സ്, ഇതിനൊക്കെ ഒന്ന് വിട്ട് കളഞ്ഞാൽ ദൈവം പുതിയതൊന്ന് ചെയ്യും. ഒരു പുതിയ തീരുമാനമെടുത്ത് പറയണം, ഞാനൊന്ന് പുതിയതായിട്ട് ആരംഭിക്കാൻ പോവുക, പഴയതിനേക്കാൾ തള്ളിക്കളയാൻ പോവുക. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. വെള്ളമില്ലാത്ത ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറയുന്ന സ്ഥലത്ത് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. മരുഭൂമിയിൽ വഴിയുണ്ടാക്കും. അതെ, മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വഴിയൊരുക്കും ദൈവം, നമുക്ക് വേണ്ടി വഴിയൊരുക്കും. ദൈവത്തിൻ്റെ വഴി അത് തികവുള്ളതാണ്. അത് അനുഭവിച്ചറിയണമെങ്കിൽ നിങ്ങൾ ദൈവസനിലേക്ക് ഏൽപ്പിച്ചിട്ട് പഴയതിനെ എല്ലാം ഒന്ന് തള്ളിക്കളയണം. ഇവിടെ പറയാം, മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. എന്തിനാണെന്നറിയാമോ? നമുക്ക് ധാരാളം കുടിക്കാൻ വേണ്ടി, നമുക്ക് തൃപ്തി വരുത്താൻ വേണ്ടി. അതെ, നിങ്ങൾ ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുമ്പം, പുതിയ തീരുമാനമെടുക്കുമ്പം ദൈവം നിങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ പണിയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രതിസന്ധികളെ മാറ്റാൻ അവന് കഴിയും. അവൻ പുതിയതൊന്ന് ചെയ്യും. അസാധ്യമെന്ന് പറയുന്നിടത്ത് അസാധ്യങ്ങളെ അവൻ സാധ്യമാക്കി തരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദൈവസന്നിധി പറയണം, അതെ, ഞാൻ വിശ്വസിക്കുന്നു, ദൈവം പുതിയതൊന്ന് ചെയ്യും. ചിലതെല്ലാം പരാജയപ്പെട്ടു, കുടുംബജീവിതം പരാജയപ്പെട്ടു പോയി, പുതിയതൊന്ന് കർത്താവ് ചെയ്യും. സാമ്പത്തിക മേഖലയും ബിസിനസ്സും തകർന്നു, പുതിയത് ചെയ്യും. അത് ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറയുന്ന മരുഭൂമിയാണെന്ന് പറയുക, നിർജ്ജന പ്രദേശമാണെന്ന് പറയുക, അവിടെയും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങി വരും. നിങ്ങൾക്ക് വേണ്ടി ദൈവകരം ഇറങ്ങി വരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ സന്നിധി പറയണം, ദൈവമേ, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്യണം. പുതിയതൊന്ന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങൾ തന്നെ പറയണം, കർത്താവ് അത് ചെയ്യണമേ, എനിക്കത് അനുഭവിക്കണം. ഗോഡ് വിൽ ഡു ഇറ്റ്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യും. സ്നേഹിതരെ, കർത്താവ് അത് ചെയ്യും. ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയും കർത്താവ് അത് ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. മുൻപുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഏറ്റെടുക്കാം, അത് അനുഭവിക്കാൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022196
50 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.